മോശം ഭക്ഷണമെന്ന പരാതിയെ തുടർന്ന് കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിനുകളിലെ ഭക്ഷണ വിതരണ കരാർ റെയിൽവേ റദ്ദാക്കി. വൃന്ദാവൻ ഫുഡ് പ്രൊഡക്ട്സിനെയാണ് പുറത്താക്കിയത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 6 വന്ദേ ഭാരത് ട്രെയിനുകളിലെ ഭക്ഷണ വിതരണം നടത്തിയിരുന്നത് ഇതേ കമ്പനിയാണ്. തുടർച്ചയായി മോശം ഭക്ഷണമെന്ന യാത്രക്കാർ നിരന്തര പരാതി ഉയർത്തിയിരുന്നു. കരാർ റദ്ദാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിലും കോടതിയിൽ സ്റ്റേ വാങ്ങി വിതരണ കമ്പനി തുടരുകയായിരുന്നു. ഹൈക്കോടതി സ്റ്റേ പിൻവലിച്ചതോടെ കരാർ റദ്ദായതായി റെയിൽവേ അറിയിച്ചു. ഭക്ഷണ വിതരണം താൽക്കാലികമായി മറ്റു കമ്പനികളെ ഏൽപ്പിച്ചു. വൃന്ദാവന്റെ കൊച്ചി കടവന്തറയിലെ ബോസ് കിച്ചൺ പ്രവർത്തിച്ചത് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണെന്ന് മോശം ഭക്ഷണം പിടിച്ചതിനെ തുടർന്ന് നേരത്തെ റെയിൽവേ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ട്രെയിനിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിൽ റെയിൽവേ പോലീസ് മിന്നൽ പരിശോധന നടത്തിയിരുന്നു. സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ പൊതിച്ചോർ എന്ന പേരിലായിരുന്നു പരിശോധന. മോശം ഭക്ഷണം വിതരണം ചെയ്തെന്ന പരാതികളിൽ കരാറുകാരായ വൃന്ദാവൻ ഫുഡ്സിനെതിരെ നടപടിക്ക് ശ്രമിച്ചപ്പോൾ കരാർ കമ്പനി ചെന്നൈ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. ഭക്ഷണം സംബന്ധിച്ച് കൂടുതൽ പരാതി ഉയർന്നതും തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരതിലാണ്. മുൻപ് കാലാവധി കഴിഞ്ഞ ജ്യൂസ് വിതരണം ചെയ്തതാണ് പരാതിക്കിടയാക്കിയതെങ്കിൽ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വിതരണം ചെയ്ത പരിപ്പുകറിയിൽ പുഴുവിനെ കണ്ടതാണ് പുതിയ പരാതി.